ആട് 3 പാട്രിയറ്റ് സിനിമകളുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നാളെ വരും. ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രത്തിലെ സർപ്രൈസ് എന്ത്? ജനപ്രിയ നായകൻ ദിലീപിന്റെ വമ്പൻ സിനിമ വരുന്നു. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അജിത് കുമാറിനെ നായകനാക്കി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത മങ്കാത്ത എന്ന ചിത്രം ഇന്നലെ റീ റിലീസിനെത്തിയിരുന്നു. ചിത്രം ആദ്യ ദിനത്തിൽ 4,55,00,000 രൂപയാണ് റീ റിലീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. മുമ്പൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദളപതി വിജയ് ചിത്രം ഗില്ലിയുടെ 4,30,00,000 എന്ന റീ റിലീസ് റെക്കോർഡ് ആദ്യ ദിന കളക്ഷൻ മങ്കാത്ത ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ പദയാത്ര. മമ്മൂട്ടിക്കൊപ്പം അനുസിത്താര, ഗ്രേസ് ആന്റണി, ഇന്ദ്രൻസ്, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂക്ക ഒരു ഡോക്ടറുടെ വേഷത്തിലാകും എത്തുകയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും കണ്ണൂരും കാസർഗോഡും പ്രധാന ലൊക്കേഷനുകളായ പദയാത്രയ്ക്ക് ആകെ 35 ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതും അതിൽ 25 ദിവസങ്ങൾ മമ്മൂക്ക സിനിമയിൽ പങ്കാളിയാവുകയും ചെയ്യും. ലാലേട്ടനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്യാനിരുന്ന പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന ചിത്രത്തിൽ നിന്നും ലാലേട്ടൻ പിൻവാങ്ങിയതിന് പിന്നാലെ ചിത്രം ഉപേക്ഷിച്ചതായി കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം സിനിമ ഉപേക്ഷിച്ചിട്ടില്ല. ലാലേട്ടന് പകരം ഉണ്ണി മുകുന്ദനെ നായകനാക്കി മേജർ രവി പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ സംവിധാനം ചെയ്യുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ D152. ദിലീപിനൊപ്പം ഹരിശ്രീ അശോകൻ, ബിനു പപ്പു, ഇർഷാദ് അലി, റിയാസ് ഖാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന D152 എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ഇന്ന് കോട്ടയത്ത് വെച്ച് പായിക്കപ്പായിരിക്കുന്നു. ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ ദിലീപ് 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ എത്തുന്നുവെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കാനിരിക്കുന്ന D152 വരുന്ന മെയ് മാസത്തിൽ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. തമിഴിൽ നിന്നും പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും പൊങ്കൽ വിന്നറായി മാറുകയും ചെയ്ത സിനിമയാണ് ജീവയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത തലൈവർ തമ്പി തലമയിൽ. ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 8 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 22,31,00,000 രൂപ, കർണാടക കളക്ഷൻ 1,58,00,000 രൂപ, കേരള കളക്ഷൻ 1 കോടി രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 40,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 2,85,00,000 രൂപ. 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 28,14,00,000 രൂപ. 10 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ തലൈവർ തമ്പിത്തലമയിൽ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി കഴിഞ്ഞു. നിവിൻ പോളി, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്തു വരുന്ന ഒരു റൊമാന്റിക് കോമഡി സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിവിനും മമിതയ്ക്കുമൊപ്പം വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, സൃന്ദ, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ഈ സിനിമയ്ക്ക് കുട്ടിക്കാനം, മുണ്ടക്കയം, പാലക്കാട്, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാന ലൊക്കേഷനുകളായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വരുന്ന ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഓണം റിലീസായി ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തും. അനുപമ പരമേശ്വരനെ കേന്ദ്ര കഥാപാത്രമാക്കി AR ജീവ സംവിധാനം ചെയ്ത ഒരു സർവൈവൽ ത്രില്ലർ സിനിമയാണ് ലോക്ക്ഡൌൺ. 2021 കോവിഡ് കാലത്തെ ലോക്ക്ഡൌണിനെ ബേസ് ചെയ്ത് തയ്യാറായിരിക്കുന്ന ഈ സിനിമ കഴിഞ്ഞ ഡിസംബർ 12-ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ പിന്നീട് സെൻസർ ഇഷ്യൂസ് കാരണം റിലീസ് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്നിപ്പോൾ സെൻസറിംഗ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ച ലോക്ക്ഡൌണിന്റെ പുതിയ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന ജനുവരി 30-ാം തീയതി ഈ അനുപമ പരമേശ്വരൻ ചിത്രം ലോക്ക്ഡൌൺ തിയേറ്ററുകളിലേക്ക് എത്തും. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു ഫാമിലി ഫീൽ ഗുഡ് ത്രില്ലർ സിനിമയാണ് ആശകളായിരം. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥയൊരുക്കുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും കൊടുമുടി കയറട എന്ന് തുടങ്ങുന്ന ഒരു വീഡിയോ ഗാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി ആശകളായിരം റിലീസിനെത്തും. രാഘവ ലോറൻസിനെ നായകനാക്കി ലോകേഷ് കനകരാജിന്റെ തിരക്കഥയിൽ ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പാൻ ഇന്ത്യൻ സിനിമയാണ് ബെൻസ്. ലോകേഷ് കനകരാജ് ആരംഭിച്ചു വെച്ച LCUവിലെ 4-ാമത്തെ സിനിമ എന്ന പ്രത്യേകതയും ബെൻസിനുണ്ട്. ചിത്രത്തിൽ ലോറൻസ് നായകനായിട്ടെത്തുമ്പോൾ മലയാളി താരം നിവിൻ പോളിയാണ് ബെൻസിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുക. ഓൾറെഡി നിവിന്റെ പോർഷൻസിന്റെ ചിത്രീകരണം എല്ലാം തന്നെ പൂർത്തിയായെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ബെൻസിലെ തന്റെ ഷൂട്ട് പൂർത്തിയായിട്ടില്ലെന്നും ഇനിയും 35 ദിവസത്തിലധികം ഷൂട്ട് തനിക്ക് ബെൻസിൽ ഉണ്ടാവുമെന്നും നിവിൻ പോളി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നിവിൻ പോളി ഇപ്പോൾ അഭിനയിച്ചു വരുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമാവും ബെൻസിന്റെ തുടർന്നുള്ള ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. മലയാളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ റെസ്ലിംഗ് എന്റർടൈൻമെന്റ് സിനിമയാണല്ലോ ചത്താപച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചത്താപച്ചയുടെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭ്യമായതെങ്കിൽ കൂടി മികച്ച ഒരു കളക്ഷനാണ് ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ചത്താപച്ച എന്ന ഈ ചിത്രം ഇതിനോടകം നേടിയെടുത്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം
5,88,00,000 രൂപയും ലോകമെമ്പാട് നിന്നും 12,40,00,000 രൂപയുമാണ് ചത്താപ്പച്ചയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ചത്താപ്പച്ച 14,05,00,000 രൂപ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയെന്ന തരത്തിൽ ഒരു പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. അത് വെറും തള്ളു കളക്ഷൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ L366. ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്നലെ തൊടുപുഴയിൽ വെച്ച് ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്നും കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ ടെക്നിക്കൽ ക്രൂവിനെ പറ്റി നോക്കുകയാണെങ്കിൽ സംവിധാനം തരുൺമൂർത്തി, നിർമ്മാണം ആഷിഖ് ഉസ്മാൻ, ക്യാമറാമാൻ ഷാജി കുമാർ, മ്യൂസിക് ജേക്സ് ബിജോയി, എഡിറ്റർ വിവേക് ഹർഷൻ, ക്രിയേറ്റീവ് ഡയറക്ടർ ബിനു പപ്പു, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്. ഇനി കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, ഇർഷാദ് അലി, ബാമ അരുൺ, വിഷ്ണുജി വാര്യർ, ബിനു പപ്പു തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുക. ഏകദേശം 90 ദിവസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമയ്ക്ക് വരുന്ന മെയ് മാസം വരെ ഷൂട്ട് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതും. കാത്തിരിക്കുക L366ന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് സണ്ണി ഡിയോൾ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്ന ബോർഡർ 2 എന്ന ചിത്രം ബോളിവുഡിൽ ഇപ്പോൾ തരംഗമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ റിലീസിനെത്തിയ ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്നും മാത്രം 30 കോടി രൂപയാണ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളതും. ഇതോടെ ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് ലഭിക്കുന്ന സിനിമയായും ബോർഡർ 2 മാറിക്കഴിഞ്ഞു. അതുമാത്രവുമല്ല, ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് ചിത്രത്തിന് ലഭിക്കാനും സാധ്യതയുണ്ട്. കാത്തിരിക്കുക ബോർഡർ 2ന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി. അടുത്ത അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ വമ്പൻ താരനിരയെ അണിനിരത്തി ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ആൻഡോ ജോസഫ് നിർമ്മിച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന മോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പാട്രിയേറ്റ്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്ററുകൾ നാളെ മുതൽ പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ചിമ്പു, വിജയ് സേതുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെട്രിമാനൻ സംവിധാനം ചെയ്തു വരുന്ന അരസൻ എന്ന സിനിമയുടെ ഷൂട്ടിൽ ചെറിയൊരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. ചിത്രത്തിൽ നായികയായി സമന്തയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. എന്നാൽ മൂവി ടീം ആവശ്യപ്പെട്ട സമയത്തൊന്നും സമന്തയ്ക്ക് അരസന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയും പ്ലാൻ ചെയ്ത ഡേറ്റുകളിൽ സമന്ത ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പകരം മറ്റൊരു പുതുമുഖ നടിയെ അരസനിലേക്ക് തിരഞ്ഞെടുക്കുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സമന്തയ്ക്ക് ഒരു നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന അരസന്റെ ചിത്രീകരണം വരുന്ന ജൂലൈ മാസത്തോടെ പൂർത്തിയാക്കി വരുന്ന ദീപാവലി സ്പെഷ്യലായി അരസൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നതും. ഷാരൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ആക്ഷൻ സിനിമയാണ് കിങ്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗ്ലിംസ് വീഡിയോ മൂവി ടീം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്മസ് റിലീസായി കിങ് തിയേറ്ററുകളിലേക്ക് എത്തും. മമ്മൂക്ക ആരാധകർക്ക് വളരെ നിരാശ സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം 2026-ൽ അവർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന മമ്മൂട്ടി സിനിമ എന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഗ്യാങ്സ്റ്റർ സിനിമയ്ക്കായിട്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും ക്യൂബ്സ് എന്റർടൈൻമെന്റ് പിന്മാറിയെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അവർ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ മമ്മൂക്ക ക്യൂബ്സിന് നൽകിയ ഡേറ്റ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഖാലിദ് റഹ്മാന് പകരം മറ്റൊരു സംവിധായകനെ വെച്ച് മറ്റൊരു സിനിമ അവർ ചെയ്യുമെന്നും അമൽ നീരദോ ഹനീഫ് അദേനിയോ ആവും ഈ ചിത്രം സംവിധാനം ചെയ്യുകയെന്നും ചില ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഖാലിദ് റഹ്മാൻ മമ്മൂക്കിയെ വെച്ച് അതേ പ്രോജക്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. എന്നാൽ ക്യൂബ്സിന് പകരം മമ്മൂട്ടി കമ്പനി തന്നെയാവും ഖാലിദ് റഹ്മാൻ പ്രോജക്ട് നിർമ്മിക്കുക. കാത്തിരിക്കാം ഈ 2 സിനിമകളുടെയും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ സെൻസറിംഗ് ഇന്നലെ നടക്കുകയുണ്ടായി. നമ്മുടെ വീഡിയോയിലൂടെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ കൃത്യമായ റണ്ണിംഗ് ടൈം വിവരങ്ങൾ മൂവി ടീം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും UA സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 17 മിനിറ്റും. വരുന്ന ജനുവരി 30-ന് വലതുവശത്തെ കള്ളൻ തിയേറ്ററുകളിലേക്ക് എത്തും. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു എപ്പിക് ഫാന്റസി കോമഡി സിനിമയാണ് ആട് 3. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ആട് 3യുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ആഴ്ച പുറത്തു വരുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് നാളെ ഞായറാഴ്ച മൂവി ടീം അപ്ഡേറ്റ് പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണെന്നാണ്. ജയസൂര്യക്കൊപ്പം വിനായകൻ, ഇന്ദ്രൻസ്, വിജയ് ബാബു, ധർമ്മജൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ആട് 3യുടെ ഒരു വീഡിയോ അപ്ഡേറ്റ് ആവും പുറത്തു വരിക. മേ ബി ഒരു ടീസറോ ഒരു ഗ്ലിംസ് വീഡിയോ ആവാം ആ അപ്ഡേറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.